ഹലോ ഗൈസ്, മാസങ്ങളായിട്ട് കാത്തിരുന്നിട്ട് എന്റെ ഇക്കാക്ക് കിട്ടിയ വലിയൊരു ഗിഫ്റ്റ് കാണിച്ചു തരാം. ടെൻഷൻ വല്ലാത്ത ടെൻഷൻ. വെള്ളം കുടി. അവിടെ വരുന്നവരും പോണവരും എല്ലാവരും മൊത്തം ടെൻഷൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷത്തെ ബെസ്റ്റ് ന്യൂസ് ആയിട്ട് മാലാഖനെ പോലെയാണ് നേഴ്സ് വന്നത്. തൂക്കം 3,285, സമയം 10:59. മോളൂട്ടിന്റെ കൈ കിട്ടിയ സന്തോഷത്തിൽ ബിരിയാണി ഹബ്ബ് കേട്ടാൽ കിടിലൻ ബിരിയാണി കഴിച്ചു. സോറി അങ്ങനെയല്ല. എന്റെ മോളൂട്ടിന്റെ കൈ കിട്ടിയപ്പോ നമ്മൾ നേരെ മുട്ടായി കടയിൽ പോയി. അവിടുന്ന് മുട്ടായി മേടിച്ച് വന്നവർക്കും പോയവർക്കും ഒക്കെ കൊടുത്താലേ നമുക്ക് സമാധാനമുള്ളൂ. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഒരു നാട്ടു നടപ്പും. ഇപ്പൊ പ്രസവിച്ച മോളൂട്ടില്ലേ, ഓളുടെ എളാമയുണ്ട് നമ്മളെ കൂടെ നടന്ന് മുട്ടായിക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. എന്തായാലും എത്ര ചെറിയ പ്രായത്തിലുള്ള എളാമയത്. ഇക്കാക്ക് ഒരു കിടിലൻ സർപ്രൈസ് കേക്ക് കട്ടിംഗ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൽ പോയപ്പോഴാണ് ആ കാര്യം ഞാൻ ആലോചിച്ചത്. എന്റെ കുട്ടിയുടെ പേര് എനിക്കും അനിയനിക്കും അറിയില്ല. അവസാനം ഞങ്ങൾ എന്ത് ചെയ്ത് വെൽക്കം ലിറ്റിൽ പ്രിൻസസ് എഴുതി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പേര് തീരുമാനിച്ചിട്ടുണ്ടല്ല. ഞാൻ പിന്നെ അറിഞ്ഞത് കുട്ടി ജനിച്ച് 7-ന്റെ അന്ന് മൂരിന് ഇറങ്ങുന്ന ഒരു ചടങ്ങുണ്ട്. കുട്ടർ മന വീട്ടിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കാറ്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും കുഞ്ഞോൾ കടന്നുറങ്ങാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള കിടിലം പേരാണ് എന്റെ കുട്ടിക്കുള്ളത്. മുടി വെട്ടുമ്പോൾ കരയാതിരിക്കണം ഇത്ര ഡീസന്റ് ആയിട്ടുള്ള കുട്ടിനെ എന്റെ കരിയറിലെ കണ്ടിട്ടില്ല. പരിപാടി നമ്മൾ നേരെ പോണ തൊടുക്കാണ്. തൊടുവിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കടന്നുറങ്ങുന്നുണ്ട്. മൂരിനോട് കണ്ടപ്പോണ്ടല്ലോ കണ്ണിന്ന് വെള്ളം വന്നില്ല എന്നുള്ളൂ. പാവല്ല, എന്റെ മോൻ കാണുമ്പോണ്ടല്ലോ എല്ലാവർക്കും വിഷമായി. ഇവനെ കണ്ടറിയ തരിച്ചു നിൽക്കാണ്. നമുക്ക് നല്ല പേടിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറക്കലബു. അറക്കാൻ പോണ മൂരിനെ ആലോചിച്ച് ഈ ആയുധം കണ്ടെടുക്കാൻ വയ്യാതെ നമ്മൾ നേരെ ഓടിയത് കിച്ചണിക്കാണ്. എല്ലാ നാട്ടിലും ഉണ്ടാവും പണിയെടുക്കുന്നവരുടെ ഇടയിൽ വീഡിയോക്ക് വേണ്ടി മാത്രം പോയി നിന്ന് പണിയെടുക്കുന്നവർ ഷെഫീഖ്. ഇതാണ് നമ്മുടെ ഷെഫീഖ്. എങ്ങനെയും വരെ ഇതൊരു 1.5 മുതലാണ്ടാ. കുറച്ചു നേരം വരെ നോക്കി നിന്നപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടാണ് ഇവൻ നമുക്ക് പറ്റിയ ആളാണ് കൂടെ കൂട്ടാൻ്റെ. ഫസ്റ്റ് ചെങ്ങായിക്ക് എടുത്തരാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ കൺവിൻസ് ആക്കി. പിന്നെ ചെങ്ങായിന്റെ പോക്കറ്റിലായി. ഗസ്റ്റുകൾക്ക് മുമ്പ് എങ്ങനെ ഭക്ഷണം കഴിക്കാന്ന് ആലോചിച്ച് മടിയായി നിൽക്കുമ്പോഴാണ് എന്താ എന്റെ കാരണം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പിന്നെ അതൊരു മോട്ടിവേഷനായി എടുത്ത് മൂവിനെ പീസാക്കി കവറിൽ കയറ്റാണ് ചെങ്ങായി നോക്കിക്കുന്നത്. കഷ്ടപ്പെടൂ യുവ തലമുറ, കഷ്ടപ്പെടാൻ വെറുതെ പറഞ്ഞപ്പോഴേക്കും ചെങ്ങായിമാര് സാധനം അവിടെ വെച്ച് പോയി. വീട്ടിൽ കൊണ്ടുപോയി നൈസിൽ കറി വെച്ച്. ഇതിൽ ഓരോ പീസ് കഴിക്കുമ്പോഴും എന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്റെ അല്ലിന്റെ കണ്ണ് അറിയായിരുന്നു. എന്നിട്ട് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോ പീസ് വീതം എടുത്തിട്ട് പൊറോട്ട ഇടയിൽ വെച്ച് ഒറ്റ കഴിക്കലാണ്ട് കഴിച്ചു ഗൈസ്. അപ്പൊ ശരി ഗൈസ്, ബൈ.